നമുക്കിന്ന് ഒരുമിച്ച് ചേർന്നിട്ട് ഷോ ഇന്ന് യൂണിവേഴ്സിൽ കാണാം. ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, ചാകാനാണെങ്കിലും ഒരുമിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നിനക്ക് എന്നോട് സ്നേഹം കൊണ്ട് വിളിക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാവും നിൽക്കുന്നത് പ്രശസ്ത നടിയായിരിക്കുന്ന ധന്യ മേരി വർഗീസ്. 3D റൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു സ്പെക്സ് വെയർ ചെയ്യണം. ആദ്യം പേടിയുണ്ടായിരുന്നു കയറാൻ. മോശം എക്സ്പീരിയൻസ് ആണ്. ഹായ് ഹലോ. അങ്ങനെ US-ൽ വെച്ച് ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ്. നമ്മൾ കുറച്ച് ആളുകളുണ്ട്. കുറച്ച് ആളുകളൊക്കെ മുൻപേ പോയി. ഇത് റൈസ് നമ്മുടെ നാഷണൽ സ്പോൺസറിൽ ഒരാളാണ് രാംദാസ്. എവിടെ കാണാനില്ലല്ലോ എവിടെ. അപ്പോൾ ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്കിന്ന് ഒരുമിച്ച് ചേർന്നിട്ട് ഷോ ഇന്ന് യൂണിവേഴ്സിൽ കാണാം. ഒർലാൻഡോ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ നമുക്ക് കാണാം. നമ്മളിവിടെ നിന്ന് ഒരു ചെറിയൊരു ക്യാപ്പ് മേടിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു ക്യാപ്പ് ഇതാണ്. രശ്മി, നീ ഏതാ നീ അതന്നെയാണ് എടുക്കുന്ന ദിവസമാണ്. ഇതാകുമ്പോൾ വെയിൽ കൊള്ളത്തില്ല. കാരണം നമ്മുടെ ഉദ്ദേശം ഇതാണ്. ആക്ച്വലി നമ്മൾ ഇതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിവൃത്തിയോട് കൊണ്ടാണ് നമ്മൾക്ക് മേടിക്കാൻ പറ്റില്ല പുറത്തുനിന്ന്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഇന്നലെ നൈറ്റാണ് ഇവിടെ എത്തിയത്, ഒർലാൻഡോ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പർച്ചേസിങ്ങിനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. രാവിലെ നമ്മൾ യൂണിവേഴ്സിൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാവും നിൽക്കുന്നത് പ്രശസ്ത നടിയായിരിക്കുന്ന ധന്യ മേരി വർഗീസ്. എന്റെ ക്യാമറമാൻ അല്ല, ക്യാമറ വുമൺ. വീഡിയോസിലൊക്കെ കാണാറുള്ള ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഗ്ലോബ് ഇതാ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട കാരണം ഞാൻ ഒരു കാര്യം കാണുമ്പോൾ എൻ്റെ കുടുംബക്കാരല്ലേ നിങ്ങളെല്ലാവരും, അപ്പോൾ എല്ലാവരും കൂടെ കാണിക്കട്ടെ. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് നാളിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കളർഫുള്ളായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുത്തു. ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച്, ചാകാനാണെങ്കിലും ഒരുമിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ വിജയകരമായി ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വലിയൊരു റൈഡിൽ കയറി. അതിൻ്റെ ഒരു ക്ഷീണമാണ്. എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. ഞാൻ കണ്ണ് തുറന്നാലല്ലേ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. കണ്ണടച്ച് മൊത്തം ഒന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ അവർ വീഡിയോ അലോഡഡ് അല്ല, ക്യാമറ അലോഡഡ് അല്ല, ഒന്നുമല്ല. കാരണം അത്രയും നമ്മളിങ്ങനെ ടോപ്പിൽ പോയി തലയും കുത്തിയൊക്കെ നിർത്തി പുറത്തേക്ക് വരുമ്പോൾ നോർമലി അത് താഴെ വീഡിയോയുള്ളൂ. അതുകൊണ്ട് അലോഡായിരുന്നില്ല ബാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ഇനി ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടാവും കയറിയില്ല എന്നുള്ളത്. ഇവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കയറിയതാ. എൻ്റെ മമ്മി ബിനിച്ചേട്ടാ, നിങ്ങൾക്ക് ഭയമുണ്ടോ? എനിക്ക് ഭയമുണ്ട്. സീരീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മമ്മിയുടെ ടൈംസ്, അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അതിനൊക്കെ മോൾഡിംഗ് ആണ്. നമ്മുടെ മൂവി ഇത് പോകുന്ന കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര നോയ്സ് ഉണ്ട്. നിനക്ക് എന്നോട് സ്നേഹം കൊണ്ട് വിളിക്കില്ലെന്ന് എനിക്കറിയാം. അവള് ഫാമിലിനെ വാട്സ്ആപ്പ് കോൾ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട, പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, ഓൾ ഫാമിലി റെഡി. $27. ഓക്കെ. നമ്മളിവിടെ വന്നിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിലെ മണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു
അത് ചെയ്യാതെ നമ്മളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാം. നമ്മുടെ ബാഗ്സ് ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോക്കറിൽ നിന്ന് ഇതാ ബാഗ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ടിക്കറ്റിൽ ഇതും കൂടെ ആഡഡ് ആണ്. സോ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോക്കർ ഓപ്പൺ ആവും. Make some noise for Jam Jazz playing the blues for you, man. Let's hear it. Come on. Sing it. അങ്ങനെ നെക്സ്റ്റ് റൈഡിലേക്ക് പോവാണ്. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിലേക്ക് പോവാണ് കേട്ടോ. സോ ഇവിടെ റൈഡുകളാണ്. നമ്മളൊരു വലിയ ക്യൂവിൽ നിൽക്കുകയാണ്. സോ ഇങ്ങോട്ട് തന്നെയാണ്. റൂട്ടൊക്കെ മറന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കൂട്ടം തെറ്റി പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ രാംദാസ് ഉണ്ട് എനിക്ക് വഴികാട്ടിയായിട്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സോ നമ്മൾ ഈ ഒരു വലിയ ക്യൂ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് റൈഡിൽ കയറാൻ പറ്റുള്ളൂ. CD റൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു സ്പെക്സ് വെയർ ചെയ്യണം. ഓക്കെ, Alright, recruits. Ready or not, it's mission time. Light up your adrenaline. Now. ഫൈനലി നമ്മൾ റൈഡ് കഴിഞ്ഞ് ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആക്ച്വലി 3D റൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതലായിട്ട് എന്താ പറയുക, ഷൂട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു അറിയാൻ പറ്റത്തില്ല. അല്ലാത്ത റൈഡ് കൂടെ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡിന്റെ ഒരു എക്സ്പീരിയൻസ് പറയും? ആദ്യം പേടി ഉണ്ടായിരുന്നു കയറാൻ. എന്നിട്ട് ഇവര് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എന്നൊരു കേസുണ്ട്. എന്നാലും ഉള്ളിൽ ഇരുന്നപ്പം ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ബാബുചേട്ടൻ എത്രാമത്തെ പ്രാവശ്യം വരുന്നു ഇവിടെ യൂണിവേഴ്സിറ്റി? ശരിക്കും മൂന്നാമത്തെ പ്രാവശ്യം 2009, 2010 ഞാൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ഡിസ്നിയിൽ പോയിട്ടില്ലേ? തീർച്ചയായിട്ടും ഞാൻ ഡിസ്നിയിൽ പോയിട്ടുണ്ട് 2000 വന്ന സമയത്ത്. വളരെ ചെറുതായിരുന്നു, ഒന്നും ഓർമ്മയൊന്നുമില്ല ആ സമയത്ത്. ബിനിച്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു റൈഡിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇനി ബിനിച്ചേട്ടനാണ് പറയേണ്ടത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലത് മനസ്സിലാവില്ല. ഫീൽ അല്ലേ, മീൻസ് ഭയങ്കര ഫീലാണ്. നമ്മൾ 3D ഷൂട്ട് ചെയ്യായിരുന്നു, പക്ഷെ നമുക്ക് 3D ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വീഡിയോയിൽ കിട്ടില്ല ഒരിക്കലും. ചേട്ടൻ ഫസ്റ്റ് ടൈം ആണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്? മൂന്നാം തവണ. സോറി, നമ്മളൊക്കെയാണ് കന്നി അയ്യപ്പന്മാരെന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇവിടെ അല്ലേ യൂണിവേഴ്സിറ്റി? ഡിസ്നിയിലോ? ഡിസ്നിയിൽ വന്നിട്ടുണ്ട്. മോളെ എങ്ങനെയുണ്ടായിരുന്നു റൈഡുകൾ? എത്ര റൈഡിൽ കയറി നമ്മൾ? ഞാനിപ്പോ 3 റൈഡിൽ കയറി. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ റൈഡ് എന്ന് വെച്ചാൽ മലക്കം മറിഞ്ഞ് ഞാൻ തിരിച്ചു വരുമെന്ന് ഞാൻ നീ കണ്ണു തുറന്നോ? സത്യം പറ. കണ്ണു തുറന്നില്ല. ഞങ്ങള് രണ്ടുപേരും കൈലാസത്തിലിരുന്ന ശിവനെ ഞാൻ വിളിച്ച് താഴെ വരും. ശിവനേ ഒറ്റ വിളിയില്. രണ്ടാമത്തെ റൈഡ് എന്ന് വെച്ചാൽ കുറച്ച് പേടിപ്പിക്കുന്നൊക്കെ ഇവര് പറഞ്ഞു. അത് അത്ര പേടിച്ചൊന്നുമില്ല. അതെ അതെ അതെ. അതിലും വലിയ പ്രേതങ്ങളെ നാട്ടിൽ കാണുന്ന. നീ എന്നിട്ട് അതുകൊണ്ട് എന്റെ നേരെ കൈ ചൂണ്ടിയത്. പിന്നെ മൂന്നാമത്തെ റൈഡ് അത് ഭയങ്കരായിരുന്നു അല്ലെ? 3D ഫീലിംഗ് ഭയങ്കരായിരുന്നു. സൂപ്പർ 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 എക്സ്പീരിയൻസ് ആയിരുന്നു. റെൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്റെ പൊന്നെ ഒന്നും പറയാനില്ല. ആദ്യത്തെ റൈഡിൽ കയറിയപ്പോ തന്നെ എല്ലാം തികഞ്ഞു. കണ്ണു തുറന്നിരിക്കുകയായിരുന്നു, അത് കണ്ണടച്ചിരിക്കുകയായിരുന്നു. അതൊരു ഫസ്റ്റിലത്തെ ആ ഒരു റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു. അത് കുറച്ചൊരു എന്താ പറയാ, ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് മറിച്ചിട്ട് തലയും കുത്തി മറിച്ചിട്ട് ഒരു ഉള്ളിൽ നിന്ന് ഒരു ആന്തലൊക്കെ വന്ന് അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയുള്ള റൈഡ്സ് ഒന്നും നമുക്ക് അത്ര പേടിപ്പിക്കുന്നില്ല. മമ്മിയുടെ ആണെങ്കിലും അത്ര പേടിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ ഇവിടെ സുബിൻ ആദ്യം പറഞ്ഞു, അതായത് നമ്മുടെ നാഷണൽ സ്പോൺസർ സുബിൻ പറഞ്ഞു ഏറ്റവും ഹെവിയിൽ ആദ്യം കയറി നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു അതിനകത്തൊരു കാര്യം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി കാണുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന കാറുകളുടെ ഒരു വൻശേഖരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ റൈഡ് കഴിഞ്ഞു. ആ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമ്മുടെ ഒരു മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ, നമുക്ക് അത്രയ്ക്കും രസമായിരുന്നു അത്. പിന്നെ എല്ലാ സ്ഥലത്തും അതിൽ നിന്നുള്ള എക്സിറ്റ് ആ ഏരിയയിൽ നമുക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ നമുക്ക് അയവിറക്കാൻ പിന്നീട് പറ്റുന്ന രീതിയിലുള്ള കുറേ തിങ്സുകളുണ്ട്. പക്ഷെ ഞാൻ ഈ തിങ്സ് മേടിക്കുന്നത് വളരെ കുറവുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്കങ്ങനെ മേടിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അടുത്ത റൈഡിന് കയറാൻ പോകും. ജിമ്മി ഫാലൺ എന്ന് പറഞ്ഞ ആളുടെ ദ 2 night ഷോ. ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ആളുകൾ ഷോയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സോ ഈ ഒരു ഷോ മിസ് ചെയ്യരുത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഓൾസോ നമുക്കിത് കാണിക്കാൻ പറ്റില്ല, അവർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡഡ് അല്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. ഞാൻ യൂണിവേഴ്സിൽ ആക്ച്വലി ഞാൻ വന്നിട്ടുണ്ട് 2000 വന്ന. പക്ഷെ എനിക്ക് ആ പ്രായമല്ലേ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ പുതിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അന്ന് നമുക്ക് ഷൂട്ട് ചെയ്ത് വയ്ക്കാൻ ക്യാമറാസ് അല്ല, ഫോണോ കാര്യങ്ങളോ സഡനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആ ഒരു പ്രായം സീരിയസ്നെസ് അറിയില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും, മെമ്മറീസ് ആയിട്ട് ഇതിങ്ങനെ നിൽക്കും. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതൊരു യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ തിങ്സുകളുള്ള, ഇത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ തിങ്സുകളാണ് കേട്ടോ. അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ക്യാപ്സ് ഉണ്ട്, കപ്സ് ഉണ്ട്, മഗ് ഉണ്ട്, ടീഷർട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഓർമ്മയ്ക്കായിട്ടൊരു നല്ല സാധനം എടുത്തു വെക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ. എന്നത്തെയും ഓർമ്മയായിട്ട് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ, അനു ജോസഫ് ഒഫീഷ്യൽ എന്നുള്ള ഈ ഒരു ഫാമിലിയിൽ ഈ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സന്തോഷത്തോടെ, ആ ഓർമ്മകളോടെ ഞാൻ ഇന്ന് യൂണിവേഴ്സ് സ്റ്റുഡിയോ എന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ. ഇതുകൊള്ളാം യൂണിവേഴ്സൽ സ്റ്റുഡിയോ. പക്ഷേ കുഴപ്പമുണ്ട്, നിലത്ത് വീണാ പൊട്ടിപ്പോവും. അത് പൊട്ടനല്ല, അത് സംസാരിക്കും. വിളിച്ചു വെച്ചു